ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഒരു കടലക്കറിയാണ്. നല്ല കുറുകിയ തിക്കായ ഗ്രേവിയോട് കൂടിയ നല്ല കിടിലൻ കടലക്കറി. അപ്പം ഇത് നമ്മുടെ പുട്ട്, അപ്പം, ദോശ, ചപ്പാത്തി അങ്ങനെ എല്ലാത്തിനൊപ്പവും സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈസിയായ ടേസ്റ്റിയായ കടലക്കറി ഉണ്ടാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടല എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തതാണ്. കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് 2 സവാള മുറിച്ചെടുത്തത്, ഒരു ചെറിയ തക്കാളി, പുളി കൂടരുത് കേട്ടോ, വലിയ തക്കാളി ആണെങ്കിൽ പകുതി മാത്രം എടുത്താൽ മതി. ഇനി ഒരു പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മുടെ കടല മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 4 വിസിൽ കേൾപ്പിക്കാം. അപ്പോഴേക്കും കടല നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പൊ ഇനി ഇത് കുക്കാവുന്ന ടൈമിൽ ഇതിനുള്ള മസാല ഒന്നങ്ങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് മിക്സറിന്റെ ചെറിയ ജാറിലേക്ക് ഒരു 10-12 വെളുത്തുള്ളി അല്ലി, ഒരു മീഡിയം പീസ് ഇഞ്ചി മുറിച്ചത്, ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില. അപ്പൊ മല്ലിയില വളരെ കുറച്ച് ചേർത്താലും മതി കേട്ടോ. അപ്പൊ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം. അപ്പൊ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം കേട്ടോ. അപ്പൊ ആ ഒരു പച്ചമണം മാറുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ചു വെച്ച കടല ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് അങ്ങനെ നമ്മുടെ നല്ല കുറുകിയ ചാറോട് കൂടിയ കിടിലൻ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്നങ്ങ് ഷെയർ ചെയ്യുക. അപ്പൊ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.